എനിക്ക് ഓഫ് എടുക്കുന്നതും ഇഷ്ടമല്ല. നമ്മുടെ യുസോലിക്ക പറയുന്ന പോലെ റെസ്റ്റ് ആൻഡ് പീസ് മാത്രമേ ഉള്ളൂ. ഞാൻ ഖബറിലാണ് എൻ്റെ റെസ്റ്റ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ കപിൽ ദേവിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ആൾക്ക് ലാസ്റ്റ് ഞാൻ കൊടുത്തത് വിഷു സദ്യ കൊടുത്തിട്ട് അയാൾ ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്, ഇത്രയും നല്ല സദ്യ ഞാൻ ഇവിടെ നിന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ സിനിമ വന്ന് ഇറങ്ങിയതിന് ശേഷമാണ് എൻ്റെ സിസ്റ്റർ മകൾ അമേരിക്കയിൽ നിന്നാണ് ആ സിനിമ എൻ്റെ കഥയാണെന്ന് ഞാൻ അറിയുന്നതും മനസ്സിലാക്കുന്നതും. നമസ്കാരം. അവർ TV 24/7 ഇന്ന് നമ്മളോടൊപ്പം ഒരു വലിയ ഗസ്റ്റാണ് എത്തിയിരിക്കുന്നത്. അത് മറ്റാരുമല്ല, ഷെഫ് ലത. മാമിനെ യഥാർത്ഥത്തിൽ എനിക്ക് കാണണമെന്ന് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചതാണ്. പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, കാരണം എന്താ, പലയിടത്തും മാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എപ്പോഴെങ്കിലും എന്നെങ്കിലും മാമിനെ ഒന്ന് കാണണം, നേരിട്ട് കാണണം, കുറച്ച് നേരം പേഴ്സണലി ഒന്ന് സംസാരിക്കണം. അതിൽ കൂടുതലൊന്നും ആഗ്രഹിച്ചില്ല. പക്ഷേ ഈ പറയും പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്രിക്കറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗെയിം. അതിൽ ഏറ്റവും ഇഷ്ടമുള്ള ആൾ കപിൽ ദേവാണ്. അപ്പം എനിക്കൊരു കപിൽ ദേവിനെ പക്ഷേ എൻ്റെ നേരിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞാൽ അതാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഇരിക്കുന്നത് എനിക്ക് പറയാൻ പറ്റുമോ. ഞാൻ ശരിക്കും നെർവസ് ആണോ ഞാൻ എക്സൈറ്റഡ് ആണോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഏതായാലും നമ്മുടെ ഇതിലേക്ക് വന്നതിൽ നന്ദി. പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ മാമിൽ നിന്ന് അറിയാനുണ്ട്. നമ്മുടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പാചക ഇതിലേക്ക് മാം എങ്ങനെയാണ് എത്തപ്പെട്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെ എപ്പോഴും താലോലിക്കുന്ന ഒരാളാണ്. എൻ്റെ സ്വപ്നങ്ങളെ ഞാൻ വിട്ടുകളയാതെ പിന്തുടരുന്ന ഒരാളാണ്. ആ ഒരു സ്വപ്നമായിരുന്നു എൻ്റെ. ഞാൻ ഒരു 7-8 വയസ്സുള്ളപ്പം അച്ഛൻ വീട്ടിൽ സോവിയറ്റ് യൂണിയൻ വരുത്തുമായിരുന്നു. അത് ആക്ച്വലി അത് ഞങ്ങൾ എടുക്കുന്നത് പുസ്തകം പൊതിയാനാണ്. കാരണം അത്ര വെള്ളം വീണാൽ അത് തെറിച്ചു പോകും. അന്നൊക്കെ കുടയൊക്കെ രണ്ടുപേർക്കും കൂടി ഒരു കുടയൊക്കെ ഉണ്ടാവുക. മിക്കവാറും പുസ്തകം നനയും. അപ്പോൾ ഈ പുസ്തകം നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൊല്യൂഷനായിട്ടാണ്. പക്ഷേ എന്നിലൊരു വായനക്കാരിയുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ നന്നായിട്ട് വായിക്കുമായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിലാണ് അന്നൊക്കെ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നത്. പിന്നെയാണ് അത് മലയാളത്തിൽ വരാൻ തുടങ്ങി. അപ്പോൾ ഇതിൽ ഒരു പാചകക്കാരൻ്റെ ഫോട്ടോ ഉണ്ടാവുമായിരുന്നു എപ്പോഴും, തൊപ്പിയൊക്കെ വെച്ച്. നമ്മുടെ നാട്ടിൽ ആരും തൊപ്പിയൊന്നും വെച്ച ഷെഫ്മാരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മളൊരു ഗ്രാമത്തിൽ വളരെ ഒരു സാധാരണ വീട്ടിൽ ജീവിക്കുന്ന ഒരാൾക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല. അന്നത്തെ സാഹചര്യം അങ്ങനെയല്ലേ. ഒരിക്കൽ പോലും പുറത്ത് പോയിട്ടുമില്ല. അങ്ങനെ ഞാൻ ഇതിനിങ്ങനെ എപ്പോഴും ഇത് കാണും. ഇത് കണ്ടിട്ട് ഞാൻ അച്ഛനോട് ചോദിക്കുമായിരുന്നു. അപ്പം നന്നായിട്ട് അച്ഛൻ വായിക്കുമായിരുന്നു അച്ഛനും. അപ്പം അച്ഛൻ പറഞ്ഞു തരും, ഇതിങ്ങനെ പാചകക്കാരനാണ്, ഇംഗ്ലീഷുകാർക്ക് പാചകം ചെയ്യുന്ന ഹാംബർഗറും സാൻഡ്വിച്ചും ഇതാണ് അതിലധികം ഉണ്ടാവുക. സാൻഡ്വിച്ച്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. അപ്പം പിന്നീട് എൻ്റെ വീട്ടിൽ, അമ്മയുടെ വീടെന്ന് പറയുന്നത് ഒരു ഗ്രാമമാണ്. ഒരുപാട് കൃഷിയുള്ള ആൾക്കാരാണ് അവർ. ഇഷ്ടംപോലെ പാചകം ചെയ്യണം, ഡെയിലി പാചകം ചെയ്യണം. അതെ, ഒരുപാട് മെമ്പേഴ്സും ഉണ്ടാവും. ഈ പണിക്കാർക്കൊക്കെ ഭക്ഷണം വേണം. അമ്മയുടെ അമ്മ പാചകം ചെയ്യുന്നു, അച്ഛൻ്റെ അമ്മയും നന്നായിട്ട്. അച്ഛൻ്റെ അമ്മയൊക്കെ ഈ കോലത്ത് ആശ്രിതരായിട്ട് ജീവിച്ചവരാണ്. സമുദ്രി കോവിലകത്ത് ആശ്രിതരായിട്ട് അവരുടെ പാചകവും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് ജീവിച്ച് പോയ ആൾക്കാരാണ്. നന്നായി പാചകം ചെയ്യും അച്ഛമ്മ പുല്ല് കിട്ടിയാലും കറി ഉണ്ടാക്കും. അമ്മയുടെ അമ്മ വേറെ ഒരു ടൈപ്പ് ഓഫ് കറീസൊക്കെ ഉണ്ടാക്കുമ്പം അച്ഛൻ്റെ അമ്മ ഒരു കാട്ടിൽ കിടക്കുന്ന എന്തേലും, അച്ഛൻ്റെ അമ്മയ്ക്ക് അതിയായ പാണ്ഡിത്യമായിരുന്നു ഇലകളിൽ. ഓരോ ഇല എടുത്ത് അച്ഛമ്മ പറയുന്നത് ഇത് വാദത്തിനാണ്, ഇത് ഇന്നതിനാണ്, ഇത് ഇന്ന മരുന്നുണ്ടാക്കാനാണ്. അപ്പോൾ അവിടെയുള്ള ആളുകളുടെയൊക്കെ പ്രസവിച്ച കുട്ടികളെ കുളിപ്പിക്കാനും മരുന്നുണ്ടാക്കുന്നത്, ഇതൊക്കെ പാചകക്കാരിയാവണം എന്നുള്ളൊരിതിൽ എൻ്റെ മനസ്സിലും ഇത് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. എനിക്ക് പഠിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഞാൻ അമ്മയോട് എപ്പോഴും ചോദിക്കും, ഇന്ന് സ്കൂളിൽ പോകുന്നില്ല, ഇന്ന് ഭയങ്കര കാലുവേദനയാണ്, ഞാൻ അമ്മയുടെ കൂടെ അടുക്കളയിൽ നിന്നോട്ടെ. അമ്മ വടിയെടുത്ത് ഓടിക്കും. ഞാൻ സ്കൂളിൽ കൂട്ടമണി അടിച്ച് കഴിഞ്ഞാൽ ജനൽ ചാടിയിട്ട് ഞാൻ വീട്ടിലെത്തും. ചാടി വന്നാൽ മതി. എങ്ങനെ 5 മണിയാക്കുന്ന എനിക്കറിയില്ല. അന്ന് 12 മണിക്ക് തുടങ്ങിയിട്ട് 5 മണി വരെ സ്കൂള്. ഞാൻ എൻ്റെ വീട്ടിലെത്തും. എനിക്ക് പിന്നെ പശുവിനെ നോക്കണം, ആടിനെ നോക്കണം, വീട്ടിലേക്ക് പാചകം ചെയ്ത് അമ്മയെ സഹായിക്കണം. ഇതൊക്കെ എൻ്റെ മെയിൻ ജോലി. അതിൽ ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മയെ നന്നായിട്ട് പാചകം ചെയ്യുമായിരുന്നു. പിന്നീട് എൻ്റെ മനസ്സിൽ ഇതിൽ ഞാനിട്ട് താലോലിച്ചിരുന്നത് എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞു, എൻ്റെ കല്യാണം കഴിഞ്ഞു. ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഒരു 17 വയസ്സ് കഴിഞ്ഞപ്പം കല്യാണം കഴിഞ്ഞു. അപ്പം പിന്നെ അമ്മയുടെ ഇതൊക്കെ വിട്ട് ഭർത്താവ് പിന്നെ പഠിക്കാൻ ചേർത്തി. 88 ഞാൻ കോഴ്സ് കഴിഞ്ഞു. 88 ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞു. പിന്നെ അന്നത്തെ കാലത്ത് ആരും അതെ എനിക്ക് എൻ്റെ മൈൻഡിൽ നിന്ന് അത് മാറിയിട്ടേ ഇല്ല, ഒരിക്കൽ പോലും മാറിയിട്ടില്ല. ഇന്നും ഞാൻ ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്ന ഒരു ജോലിയാണ് പാചകം. എൻ്റെ ബ്രീത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട് വരണമെങ്കിൽ എനിക്ക് കിച്ചണിലെത്തണം.
എനിക്ക് ഓഫ് എടുക്കുന്നതും ഇഷ്ടമല്ല. നമ്മുടെ യൂസോലിക്ക പറയുന്ന പോലെ റെസ്റ്റ് ആൻഡ് പീസ് മാത്രമേ ഉള്ളൂ. ഞാൻ ഖബറിലാണ് എൻ്റെ റെസ്റ്റ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ 57 വയസ്സായി. എനിക്ക് ഈ 57 വയസ്സിൽ 7 വയസ്സ് വരെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചേ ഓർമ്മയുള്ളൂ. എൻ്റെ 50 വയസ്സും ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പാചകം ചെയ്യാൻ, എഴുതാൻ, വായിക്കാൻ, ആളുകളെ മീറ്റ് ചെയ്യാൻ. അപ്പം ഞാൻ മീറ്റ് ചെയ്ത ആളുകൾ, ഞാൻ പറയുന്ന ഒരു പക്ഷേ ഒരു സാധാരണ ഒരു മനുഷ്യനെ മീറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വലിയ ആളുകളെയും അതുപോലെ സെലിബ്രിറ്റീസിനെയും ഒക്കെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. ഞാൻ കപിൽ ദേവിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ആൾക്ക് ലാസ്റ്റ് ഞാൻ കൊടുത്തത് വിഷു സദ്യ കൊടുത്തിട്ട് അയാൾ ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. ഇത്രയും നല്ല സദ്യ ഞാൻ ഇവിടെ നിന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളത് ട്രഡീഷണൽ സ്റ്റൈലിൽ ഗാർലിക് ഒനിയനൊന്നും ചേർക്കാതെയാണ് ഞാൻ സദ്യ ചെയ്യാം. തനി ബ്രാഹ്മിൺ സദ്യ. ആക്ച്വലി സദ്യ അവരാണ് അതിൻ്റെ ആൾക്കാർ. ഈ സദ്യയുടെ ബേസ് ശരിക്കും മഹാരാഷ്ട്രയാണ്. സദ്യ എന്ന് പറയുന്നത് നമ്മുടേതല്ല, മഹാരാഷ്ട്രയുടെയാണ്. അവരുടെ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളാണിത്. നമ്മുടെ ഇലയിലൊക്കെ വിളമ്പാൻ തുടങ്ങിയത് നമ്മൾ മലയാളിയുടെ ഒരു ഇത്, വാഴയിലയിൽ വിളമ്പുന്നത്. അപ്പം നമ്മുടെ കേരളത്തിനായിട്ട് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പറയുമല്ലോ ഓണസദ്യ നമ്മുടെ ട്രഡീഷണൽ. കേരളത്തിന് അങ്ങനെ തനതായിട്ടുള്ള ഒരു ഭക്ഷണ സംസ്കാരം ഇല്ല. കേരളത്തിൽ നമ്മളെ പൂർവികർ ഉപയോഗിച്ചിരുന്നത് മില്ലറ്റുകളായിരുന്നു. അരിയൊക്കെ വരാൻ തുടങ്ങിയിട്ട് വളരെ വർഷമായിട്ട് കുറവാണ്. അരി, കിഴങ്ങ്, ഉള്ളിയൊക്കെ വരാൻ നമ്മുടെ നാട്ടിലേക്ക് തുടങ്ങിയിട്ട് വളരെ കുറച്ച് വർഷം. നമ്മൾ കിഴങ്ങ് വരുന്നതിന് മുന്നേ നമുക്ക് സ്വന്തമായിട്ട് കിഴങ്ങ് ഉണ്ടായിരുന്നു. എയർ പൊട്ടറ്റോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അത് വള്ളിയിലുണ്ടാകുന്ന പൊട്ടറ്റോന് സമാനമായൊരു സാധനം ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് അത് നാം നശിച്ചു പോയിരിക്കുകയാണ്. അതിൻ്റെ വിത്തുകളൊന്നും സൂക്ഷിക്കാതെ അത് ഇല്ലാണ്ടായി. നമ്മളിപ്പം എനിക്ക് തോന്നുന്നു തൃശ്ശൂർ അഗ്രികൾച്ചർ സൊസൈറ്റി അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഭയങ്കര ഹെൽത്തിയാണത്, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പം നമ്മുടെ വിഭവങ്ങൾ ഇപ്പം പറയുന്ന ഈ കഞ്ഞി, നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്ന കഞ്ഞി നമ്മുടെ, അതായത് ചൈനയുടെ കഞ്ഞി എന്ന് പറയുന്ന ഒരു വിഭവമാണ് കഞ്ഞിയായിട്ട് മാറിയിരിക്കുന്നത്. ആക്ച്വലി നമുക്ക് കഞ്ഞി ഇല്ല. നമ്മുടെ അതല്ല, സദ്യയും നമ്മുടേതല്ല. സദ്യ നമ്മൾ ആക്ച്വലി ഞാൻ ഒരു വളരെ പ്രശസ്തരായ ഒരു എഴുത്തുകാരിയുടെ എഴുത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. സദ്യ ഈ പാചകത്തെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്ത ഒരാളാണ്. അവരാണ് പറഞ്ഞിരിക്കുന്നത് മഹാരാഷ്ട്രയുടെ സദ്യയെ നമ്മൾ കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അന്നത്തെ മഹാരാജാവിന് ആളുകൾക്ക് അടുത്ത രാജ്യക്കാരെ ക്ഷണിക്കണം എന്നൊരാഗ്രഹം. എന്തു ചെയ്യും നമ്മൾ? അന്നും ഭക്ഷണമാണ് നമ്മുടെ ഏറ്റവും വലിയ അടിസ്ഥാന ഘടകം. ഭക്ഷണം കൊടുക്കുക എന്ന് പറയും. അപ്പം എന്തു കൊടുക്കും? അങ്ങനെ വിവിധ ദേശങ്ങളിലുള്ള പാചകക്കാരെ ക്ഷണിച്ചു വരുത്തി വിളമ്പാൻ പാത്രമില്ലാതെ മന്ത്രിയോട് ആലോചിച്ചപ്പോൾ മന്ത്രി പറയും, ഇലയ്ക്ക് ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ട്. മന്ത്രി അതിനെപ്പറ്റി ചർച്ച ചെയ്തു, പഠിച്ചു, മനസ്സിലാക്കി നമുക്ക് ഇലയിൽ വിളമ്പാം. അങ്ങനെയാണ് മന്ത്രിയാണ് തീരുമാനിക്കുക കോമ്പസിറ്റീവ് ആയിട്ട് ഇങ്ങനെ വിളമ്പണം സദ്യ, ഇങ്ങനെ വിളമ്പി സദ്യ കഴിക്കാം, അതാണ് സദ്യക്ക് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞിട്ട് വിവിധ നാടുകളിലുള്ള ഭക്ഷണം ഇങ്ങോട്ട് വന്നു. അതിൽ നമ്മളുടേതായ ചേരുവകൾ ചേർത്ത് പിന്നീട് അത് കേരളത്തിൻ്റെ തനതായ വിഭവമായി മാറും. കേരളീയന് ഒരു പ്രത്യേകത ഉണ്ട്, എല്ലാത്തിനെയും ആക്സെപ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ളൊരു കഴിവുണ്ട്. പോർച്ചുഗീസിൻ്റെ പുട്ടിനെ നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ പുട്ടാക്കി മാറ്റി. പുട്ട് നമ്മുടേതല്ല. പോർച്ചുഗീസിൻ്റെ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് അന്നത്തെ അവിടുത്തെ അവിടെ അന്നത്തെ ആൾക്കാർ ആദിവാസികളെ കൊണ്ട് ഏറ്റവും ഈസി ആയിട്ട് ഡൈജഷൻ ആവാനും ഓയിലി ഒന്നും ഇല്ലാത്തൊരു ഫുഡാണ്. അത് മുളയിൽ സ്റ്റീം ചെയ്തെടുത്ത് സൂക്ഷിക്കാം. മുളയിൽ വെക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് കേടാവില്ല. അതിപ്പം അവർ കുറേ ദിവസങ്ങളോളം ഇരിക്കുമല്ലോ. അങ്ങനെ ഈ മുളം കുറ്റിയിൽ സൂക്ഷിച്ച പുട്ട് നമ്മളുടെ സ്വന്തം വിഭവമായി മാറി. അത് സത്യമാണെന്ന് എനിക്കറിയാം. ഞാൻ വായിച്ച് മനസ്സിലാക്കിയിടത്തോളം അത് നമ്മുടേതല്ല. അപ്പോൾ ഇതൊക്കെ ചേച്ചിയുടെ യാത്രയിൽ ചേച്ചി പാചകത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് വായിച്ചും അറിഞ്ഞും എടുത്തതാണ്. ഞാൻ ഒരുപാട് വായിക്കുന്ന ഒരാളാണ്. ഞാനൊരു ദിവസം എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, ഫോൺ ഉപയോഗിക്കുന്ന ഉപയോഗം കുറച്ചിട്ട് വായനയിലേക്ക് മാറണം നമ്മളെന്ന്. വായിക്കുക എന്ന് പറയുന്നത് അറിവ് മാത്രമല്ല, നമ്മുടെ ബ്രെയിൻ എനിക്ക് മനസ്സിലാക്കിയുള്ളത് നമ്മുടെ പലതിനെയും നമുക്കത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഓർമ്മശക്തിനെ, നമ്മുടെ ചിന്താഗതികളെ. അപ്പം വായന നമ്മളുടെ മറ്റുള്ള എന്തിനേക്കാളും ഉപരി ഭക്ഷണം പോലെ ആയിരിക്കണം വായന. അതുപോലെ തന്നെ ചേച്ചിയെക്കുറിച്ച്, ചേച്ചിയുടെ ഒരു സിനിമ നയൻതാര നായികയായിട്ട് വന്ന ചേച്ചിയുടെ സ്റ്റോറിയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്? അത് ആക്ച്വലി അതൊരു ഹിസ്റ്ററി എൻ്റെത് ആ വർഷത്തെ പത്രത്തിൽ എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ടായിരുന്നു. വനിതാ ദിനത്തിനായിരുന്നു വന്നത്. അപ്പോൾ അതിലെൻ്റെ ആക്സിഡൻറ്റ് പറ്റിയതും അങ്ങനെ എനിക്ക് രുചിയും മണവും ഇല്ലാണ്ടായതും. പക്ഷേ സിനിമ വന്ന് ഇറങ്ങിയതിന് ശേഷമാണ് എൻ്റെ സിസ്റ്റർ മകൾ അമേരിക്കയിൽ നിന്നാണ് ആ സിനിമ എൻ്റെ കഥയാണെന്ന് ഞാൻ അറിയുന്നതും മനസ്സിലാക്കുന്നതും. പിന്നെ അവരെന്നായിട്ട് വിളിച്ച് ഞാൻ സംസാരിച്ചായിരുന്നു. നമ്മളതിനൊന്നും പോകാറില്ല. നമുക്ക് നമ്മുടെ ജീവിതം അങ്ങനെയാണല്ലോ. നമ്മൾ എന്തിനാണ് നമ്മളുടേതായ ഇത് മാത്രം നമുക്ക് മതി.
അങ്ങനെ മറ്റൊരാളിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒന്നും നമ്മുടെ ജീവിതത്തെ പോലും മോഷ്ടിച്ച് അത് അങ്ങനെ തന്നെ ചെയ്തു. അതുകൊണ്ടൊരാൾ നന്നാവുകയാണല്ല, അതുകൊണ്ടൊരാൾക്ക് ഗുണം ഉണ്ടാവുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അത് സന്തോഷമാണ്, എന്നെ സംബന്ധിച്ച് അത് സന്തോഷമാണ്. പോസിറ്റീവായിട്ടാണ് ചേച്ചി. ഞാൻ എന്തിനും പോസിറ്റീവായി എടുക്കുന്ന ആളാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോൾ ഞാൻ അനുഭവിച്ച വേദനകളൊന്നും ഇന്നൊരു മനുഷ്യർക്ക് താങ്ങാൻ പോലും പറ്റുന്നതല്ല. ചേച്ചി എത്രാമത്തെ വയസ്സിലാണ് ഈ ഹോട്ടൽ ഫീൽഡുമായിട്ട് ഇതിലേക്ക്? 16 വയസ്സ് കഴിഞ്ഞപ്പോൾ. 16 വയസ്സ് കഴിഞ്ഞപ്പോൾ. എന്നിട്ട് കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചേച്ചി ഈ ഇതെല്ലാം കണ്ടിന്യൂ ചെയ്യണം. അന്ന് പിന്നെ ഞാൻ ചെന്നൈയിലേക്ക് പോയി. ചെന്നൈയിൽ നിന്ന് എനിക്ക് ഭയങ്കര ദുരിതം അനുഭവിക്കേണ്ടി വന്നു. ഭയങ്കര മോശമായിട്ടുള്ള സാഹചര്യത്തിലായിരുന്നു ഞാൻ അവിടെ എത്തിപ്പെട്ടു. 28ാമത്തെ ദിവസം ഞാൻ കള്ളവണ്ടി കയറിയിട്ടാണ് നാട്ടിലെത്തുന്നത്. വളരെ ദുരിതമായിരുന്നു. കാരണം ഞാൻ ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഷെഫിൻ്റെ കൈ, അതായത് പുള്ളി പറഞ്ഞു എന്നോട്, ഞാൻ അടുപ്പിലൊരു പാത്രം വെച്ചിട്ടുണ്ട്, നീ അത് എടുത്തു വാ, പാത്രം താഴെ ഇടരുത് പ്രത്യേകം പറഞ്ഞു. പക്ഷേ ഈ തമിഴ്നാട്ടിലെ ആളുകൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ഭയങ്കര കനമായിരിക്കും, ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ച് നല്ലോണം അങ്ങോട്ട് തിളപ്പിച്ചിച്ചോ, അത് ഇങ്ങനെ നന്നായിട്ട് അത് പഴുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് മനസ്സിലായില്ല, കാരണം ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ കളറാവുന്നും അടുപ്പത്ത് വെക്കുമ്പോൾ അത് അങ്ങനെ ആവുന്നൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ കുട്ടികൾ എടുക്കുന്ന പോലെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കലും ഒരു ശബ്ദം കേട്ടിട്ടുണ്ട്, ചീ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ വിരലുകൾ അവിടെ നിന്ന്, വിരലിലെ തൊലി അവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരു പുക ഇങ്ങനെ വരുന്നു, ഒരു ഭയങ്കര സ്മെല്ല്, മാംസം കത്തിയ. അത് വെച്ച് ഞാനൊരു 10-20 ദിവസം എനിക്കൊന്നും ചെയ്യാണ്ടിരുന്നു. പിന്നീട് ഞാൻ ആളെ വീണ്ടും ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ആൾ വയ്യാണ്ട് കിടക്കുമ്പോൾ ഞാൻ ആളെ പോയി കണ്ട് എന്നോട് എൻ്റെ സുഹൃത്തുക്കളാണ് പറഞ്ഞത് ആളിങ്ങനെ സുഖമില്ലാണ്ട് കിടക്കുക. അപ്പോൾ ആളെന്നിങ്ങനെ തൊഴുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും വാസുവേട്ടാ നിങ്ങളെന്നെ തൊഴരുത്, കാരണം അതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ മോട്ടിവേഷൻ. ജീവിതത്തിൽ എന്ത് ദുരിതമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ കഠിനമായ അനുഭവങ്ങളുണ്ടായി അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമാവുകയാണെങ്കിൽ അതായിരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. നിങ്ങൾ തന്നാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. കാരണം അതങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഒന്നിനെയും റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പം എനിക്ക് എന്തിനേയും റെക്ടിഫൈ ചെയ്യാം. ഞാൻ സന്തോഷം വരുമ്പോൾ ഒരുപാട് സന്തോഷിക്കുന്ന ആളല്ല, ദുഃഖം വരുമ്പോഴും ഞാൻ ദുഃഖിക്കാറില്ല. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇതെൻ്റെ ലൈഫിൽ ഒരു ഭാഗം തന്നെയാണെന്ന് ചിന്തിക്കുന്നത്. മഴ വരുന്നു, വെയിൽ വരുന്നു, അല്ലേ? നല്ല നല്ല കാലങ്ങൾക്ക് മാറി മറിഞ്ഞു വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം. അതിനെയൊക്കെ നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയും വരെ എത്താൻ പറ്റില്ല. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.